ഞാൻ കാറിലിരുന്ന് ഉറക്കെ നിലവിളിച്ചു. എന്തായാലും ഇനി ഹാളിലേക്ക് തിരിച്ചു കയറാൻ വയ്യ. ഞാൻ കാറിൽ നിന്നും ചാടിയിറങ്ങി. പെട്ടെന്ന് ഫ്രണ്ട് ഡോറിന്റെ മുൻപിൽ മുൻപണഞ്ഞ അതേ ബൾബ് വീണ്ടും പ്രകാശിച്ചു. അത് വീണ്ടും അണഞ്ഞു. ഒരു സെക്കൻഡ് വെളിച്ചത്തിൽ നേരെ ഗേറ്റിലേക്ക് ഓടാൻ നേരം ഫ്രണ്ട് ഡോറിൽ ബ്രോക്കും എയ്നും എന്നെ തന്നെ നോക്കി നിർവികാരതയോടെ നിൽക്കുന്നു. അവരുടെ മുഖമാണ് ആ ഒറ്റ സെക്കൻഡിൽ എന്റെ കണ്ണുകളിൽ പതിഞ്ഞത്. ഞാൻ സർവശക്തിയും എടുത്ത് ഓടി ഗേറ്റ് തുറന്നതും പുറകിൽ ഐറീൻ എന്ന വിളി. എന്നെ ആരോ പുറകിൽ നിന്നും പിടിച്ചു നിർത്തിയതുപോലെ ഞാൻ തിരിഞ്ഞു നോക്കി. ധൈര്യം കൊണ്ടല്ല ഞാൻ തിരിഞ്ഞത്. പുറകിൽ നിന്നുള്ള ശബ്ദം എനിക്ക് പരിചയമുള്ള ശബ്ദമാണ്. അതെ, മിസസ് ക്രിസ്റ്റി. ഐറീൻ, നീ എവിടെ പോകുന്നു? നിന്റെ ജോലി തീർന്നില്ലല്ലോ. അത് തീർക്കാതെ നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞയക്കും? അത് കേട്ടതും എന്റെ സർവശക്തിയും എടുത്ത് നിലവിളിച്ചുകൊണ്ട് ഞാൻ റോഡിലേക്ക് ഓടി. എത്ര ദൂരം ഓടിയെന്ന് അറിയില്ല. റോഡിലൂടെയാണോ ഓടുന്നത് എന്നുപോലും എനിക്കറിയില്ല. മുന്നിൽ ഇരുട്ട് മാത്രം. നേരം വെളുത്തു. ഞാൻ കണ്ണു തുറന്നു. റോഡിൽ നിന്നും മാറി ഒരു ചവറുകൂനയുടെ അടുത്താണ് ഞാനിപ്പോൾ കിടക്കുന്നത്. എവിടെയാണ് എന്ന് എനിക്ക് ഒരു ഐഡിയയുമില്ല. ചെരുപ്പില്ല, കയ്യിൽ ബാഗില്ല. ഞാൻ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. റോഡിൽ നിന്നും മാറി ദൂരെയായി ചില വീടുകൾ കാണുന്നുണ്ട്. പക്ഷേ അവിടേക്ക് പോകാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഇനി മുൻപ് പെട്ടതുപോലെ ട്രാപ്പ് ആകുമോ എന്നുള്ള സംശയം. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ഒരു ഗ്യാസ് സ്റ്റേഷൻ കണ്ടു. അവിടെ കണ്ട ഒരു വൃദ്ധനായ മനുഷ്യനോട് നടന്ന കാര്യം മുഴുവൻ പറഞ്ഞു. അയാൾ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നു. എന്നിട്ട് ഞാൻ സൗത്തിൽ നിന്നാണോ അതോ ഈസ്റ്റിൽ നിന്നാണോ ഓടിയത് എന്ന് എന്നോട് ചോദിച്ചു. എവിടെ നിന്നാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ വീട്ടിലേക്ക് പോയത് ഈ സൈഡിലേക്ക് തിരിഞ്ഞായിരുന്നു എന്ന് ഞാൻ കൈ ചൂണ്ടി പറഞ്ഞു. ഒടുവിൽ അയാൾ തന്നെ റെസ്ക്യൂ ടാസ്ക് ഫോഴ്സിനെ വിളിച്ചു. ഒരു വിധത്തിൽ ഞാൻ അവരോട് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ എല്ലാം തന്നെ റെക്കോർഡാക്കി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് എന്നെ വീട്ടിലാക്കി. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവർ എന്നെ വീട്ടിലാക്കിയത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നതുവരെ അവർ നമ്മളെ ഹോസ്പിറ്റൽ കസ്റ്റഡിയിലാണ് വയ്ക്കുക. ഇവിടെ അവർ എന്നെ എന്തോ വീട്ടിലേക്ക് വിട്ടു. 1-2 ദിവസം കഴിഞ്ഞ് പോലീസ് എന്റെ മൊഴിയെടുത്തു. ഞാൻ എല്ലാം പറഞ്ഞു. പോലീസ് എന്റെ കാറിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ചാൾസ് ഫോർട്ട് പോലുള്ള നഗരത്തിൽ ഒരു കാർ അന്വേഷിക്കുക എന്നാൽ ബുദ്ധിമുട്ടാണ്. വെറും മിനിറ്റുകൾ കൊണ്ട് മോഷ്ടിക്കുന്ന കാറുകൾ പൊളിച്ച് പാർട്സ് ആക്കി വിൽക്കുന്ന മാഫിയ തന്നെ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുണ്ട്. ഒരു 4 ദിവസം കഴിഞ്ഞു. പോലീസ് എന്നെ വിളിച്ചു. കാർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ സ്പോട്ടിൽ ഞാൻ എത്തി. കാർ എന്റേതു തന്നെയാണ്. എന്നാൽ എന്റെ കാർ കിടക്കുന്നത് വലിയ ഗേറ്റ് ഇട്ട് പൂട്ടിയ ഒരു ഒഴിഞ്ഞ പ്ലോട്ടിൽ. പൂട്ടിക്കിടക്കുന്ന ഗേറ്റ് തുറക്കാതെ ഞാൻ എങ്ങനെ കാർ അകത്തു പാർക്ക് ചെയ്തു എന്ന പോലീസിന്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു. പോലീസ് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. ഞാൻ നടന്ന സംഭവങ്ങൾ അതേപടി പറഞ്ഞു. അതിനുശേഷം അവർ എന്നെ ആ പ്ലോട്ട് ചുറ്റിക്കാണിച്ചു. പക്ഷേ അന്നു കണ്ട ഒരു കാര്യവും എനിക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. ഒന്നും തന്നെ. ഒടുവിൽ കുറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം പോലീസ് എന്നെ തിരികെ വിളിച്ചയച്ചു. ആ പ്ലോട്ടിന്റെ ഉടമ രാജേന്ദ്രൻ പുറത്താണെന്ന് പോലീസ് പറഞ്ഞ് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷം പലതവണ ഇതുപോലെ ഒഴിഞ്ഞ വീട് കാണിച്ച് പോലീസ് പഴയ ചോദ്യങ്ങൾ ആവർത്തിച്ചു. ഒടുവിൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പോലീസ് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഒരു പഴയ വീടിന്റെ ഫോട്ടോ കാണിച്ചു. അത് കണ്ട ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. വീടിന്റെ ഫോട്ടോ അല്ല എന്നെ ഞെട്ടിച്ചത്. വീടിന്റെ മുന്നിൽ മിസസ് ക്രിസ്റ്റി, ബ്രോക്ക്, ഐറീൻ ഇവർ 3 പേർ നിൽക്കുന്നു. ഇവർ തന്നെയാണ് എന്ന് ഞാൻ പോലീസിനോട് തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടതും പോലീസ് ഓഫീസർ ആദ്യം ചിരിച്ചു. എനിക്ക് അതത്ര ദഹിച്ചില്ല. ഞാൻ അന്നേരത്തെ ദേഷ്യവും സങ്കടവുമൊക്കെ ആയപ്പോൾ പോലീസ് ഓഫീസറിനോട് പൊട്ടിത്തെറിച്ചു. അവർ എന്നെ സമാധാനിപ്പിച്ചു.
അതിനുശേഷം അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ അന്ന് ഭയന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി ഭയം ഇന്നെന്നിലുണ്ടായി. മിസസ് ഈവ ക്രിസ്റ്റി കോഹൻ, ജനനം മെയ് 12, 1898, മരണം ജൂൺ 21, 1943. ബ്രോക്ക് കോഹാൻ, ജനനം ജനുവരി 10, 1937, മരണം ജൂൺ 3, 1943. ഐൻ കോഹാൻ, ജനനം ജൂൺ 14, 1933, മരണം ജൂൺ 2, 1943. ഞാൻ അന്നത്തെ പോലീസ് റിപ്പോർട്ട് പറയാം. ഇപ്രകാരമായിരുന്നു: ജൂത കുടുംബമായ ഇവർ ഭർത്താവ് ആദംസ് കോഹാനെ ഹിറ്റ്ലറുടെ നാസി പട്ടാളം തടവിലാക്കിയതിനെ തുടർന്ന് മിസിസ് ക്രിസ്റ്റി നാസികളെ ഭയന്ന് ഓസ്ട്രേലിയയിൽ നിന്നും ഇറങ്ങി കൊളംബിയ വരെ ഈ കുട്ടികളെയും കൊണ്ട് പലായനം ചെയ്തു. ഒടുവിൽ രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ സ്വന്തം മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. ആ ഓഫീസർ പറഞ്ഞു നിർത്തി. ഞാൻ കുറെ നേരത്തേക്ക് ഒന്നും സംസാരിക്കാനാവാതെ അവിടെ തന്നെ നിന്നു. ഇന്ന് ആ സംഭവം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും എന്താണ് എനിക്കെന്ന് സംഭവിച്ചത് എന്ന് അനുഭവിച്ച എനിക്കോ, കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറിനോ, എന്നെ കൗൺസിലിംഗ് ചെയ്ത ഡോക്ടേഴ്സിനോ വ്യക്തമായൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും എന്തിനായിരുന്നു എന്നെ അവർ അവരുടെ ലോകത്തേക്ക് ക്ഷണിച്ചത്? അറിയില്ല. എന്തുകൊണ്ട് എന്നെ അവർ പോകാൻ അനുവദിച്ചു? ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഉത്തരങ്ങളെ തേടിയുള്ള യാത്രയിലാണ്. ഇപ്പോഴും ആ ചോദ്യങ്ങളും അതിനുള്ള മുഴുവൻ ഉത്തരങ്ങളും എൻ്റെ പേരിൽ തന്നെയുണ്ട്. ഞാൻ ഐറിൻ കോഹാൻ നിർത്തുന്നു.